ഇത് ഉഴുന്ന് നല്ലോണം മയത്തിൽ അരച്ചെടുത്താൽ കേട്ടോ. ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാത്രത്തിലേക്ക് ഇടാം. ഈ ഉഴുന്ന് അരച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ മൈദ ഇടാം. ഇത്രയും മതി കേട്ടോ. ഇത് ഇഞ്ചി കേട്ടോ കട്ട് ചെയ്തിരുന്നത്, ചെറുങ്ങനെ തരിതരിയായിട്ടാണ് കട്ട് ചെയ്തിടാം. മതി കേട്ടോ ഇഞ്ചി. ക്യാരറ്റ് കേട്ടോ ചേർത്തത്. പിന്നെ നമുക്ക് ഒരു വെല്ലുള്ളി വേണം, 3 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം വേണം. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിടണം, ചെറുങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഉള്ളിയെല്ലാം. എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്. കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ലേശം പരുങ്ങനെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കേട്ടോ. കുട്ടികൾക്ക് കടിച്ചു പോവും എരിയൂലേ. ക്യാപ്സിക്കം ഇത്ര മതി കേട്ടോ, ഒരു പകുതി. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടാം. എല്ലാം ചെറുങ്ങനെ കട്ട് ചെയ്ത് ഒരു ബ്രൗൺ കളർ പോലത്തെ ക്യാപ്സിക്കം കേട്ടോ. നിറയിട്ട് ഈ കളറായിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ചുവപ്പാണ് കിട്ടിയത്. ചുവപ്പോ പച്ച എന്തിട്ടാലും ഇതില്ല. ഇതെല്ലാം പാടൊന്നും നടക്കുക. കറിവേപ്പിലയാണേ, എൻ്റെ അടുത്തിപ്പോൾ കറിവേപ്പിലില്ല. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കിലിങ്ങനെ കുഴച്ച് കൊണ്ടുവരിക. ഇപ്പം ഞാൻ ഉഴുന്ന് അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരി തൈര് ഒഴിച്ച് കൊടുക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുട്ടികൾക്ക് പുളി ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് തൈര് ഒഴിക്കുന്നില്ല. ഇതെല്ലാം കൂട്ടിയതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തൈര് 2 സ്പൂൺ തൈരും ചേർക്കണം. ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ, മക്കൾക്ക് ഇഷ്ടമില്ല. ഇതും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. വെളിച്ചെണ്ണ വെച്ചിട്ട് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഓയിലാണ് ഉപയോഗിച്ചത്. ഇത് മുട്ട ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാട്ടോ. ഇനിയിപ്പം നമുക്കിത് പൊരിച്ചെടുക്കണം. ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഞാൻ മൊരിയട്ടോ. കണ്ടില്ല, നല്ലോണം വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
തൈര് വയ്ക്കാൻ മറന്നു പോകരുതേ. എൻ്റെ മക്കൾക്ക് തൈര് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വയ്ക്കാൻ ഉണ്ടാക്കിയത്. ബ്രൗൺ കളറായി കിട്ടാൻ അധികം തീരിട്ട് പൊരിച്ചെടുത്താലേ ഉള്ളു വേവില്ല. അത് കുറച്ച് കുറക്കണം കേട്ടോ. എടുക്കാം, എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. മുട്ട പൊരിച്ചെടുക്കുക. മുട്ട ആദ്യം പുഴുങ്ങിയിട്ട് ഒന്ന് ചെറുങ്ങനെ വരഞ്ഞെടുക്കുക. എന്നിട്ട് മുളകും മഞ്ഞളും ഉപ്പിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിങ്ങുന്നവരെ വെക്കുക.